എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കമൻറ്റുകൾക്കുള്ള മറുപടിയായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ കമൻ്റ് ഇട്ട ആളുകളുടെ പേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിൻ ചെയ്തൊന്നും കൊടുക്കുന്നില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം സുംബ ഡാൻസിന് ടീച്ചറിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ച കുറേ പേര് എന്നോട് കമൻ്റായിട്ടും മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചവർക്കാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസമായി അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എനിക്ക് അതിനുള്ള റിപ്ലൈ ഒന്നും വീഡിയോ ആയിട്ട് ഒരു എണ്ണം ചെയ്യണമെന്ന് തോന്നിയതിൻ്റെ കാര്യം കുറേ കമൻറ്റുകൾ അല്ലാതെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഇതായിട്ട് റിപ്ലൈ ചെയ്യാതെ അതൊരു കോമൺ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനെ അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ അതിനുള്ള അഭിപ്രായങ്ങൾ വളരെ ബഹുമാനപൂർവ്വം ഈ അഭിപ്രായങ്ങൾ പറഞ്ഞവരോടും നെഗറ്റീവ് കമൻ്റ് ഇട്ടവരോടും വളരെ ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും അവരുടെ കമൻറ്റുകളെല്ലാം സ്വീകരിക്കുന്നു. അപ്പോൾ അതിന് എല്ലാവരോടും കൂടിയുള്ള ഒരു കോമൺ മറുപടി കൂടിയാണ് ഈ വീഡിയോ കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. വളരെ ബഹുമാനത്തോടു കൂടി തന്നെ പറയട്ടെ. അതിൽ 1-2 കമൻറ്റുകൾക്കുള്ള മറുപടി കൂടി, അതായത് കൂടുതലും എൻ്റെ മതപരമായ കാര്യങ്ങൾ പറഞ്ഞ് 1-2 ആക്ഷേപഹാസ്യമായ മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മതത്തിലുള്ള ആൾക്കാർ തന്നെ എന്നോട് പോയി 5 നേരം നിസ്കരിക്കൂ, അന്നേരം കുറച്ച് ഈമാനും ഇബാദത്തും ഒക്കെ കിട്ടും എന്നൊക്കെയുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടിയുള്ളൊരു മറുപടിയാണ് ഞാനീ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ അഭിപ്രായം പറഞ്ഞവർ മോശക്കാരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ ഒരു മോശ അഭിപ്രായക്കാരിയല്ല ഞാൻ. എല്ലാവർക്കും അഭിപ്രായം പറയാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ സുംബ ഡാൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് വന്ന 1-2 മതപരമായ കമൻറ്റുകൾ ഞാൻ ആദ്യം പറയട്ടെ. എന്നോട് പറഞ്ഞു, എൻ്റെ മക്കളെ പിന്നെ ഈ ഡ്രസ്സ് ഇട്ട് തുള്ളിക്കാൻ പറ്റില്ല എന്നൊരു കമൻറ്റിന് കൂടി ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഇസ്ലാം മതത്തിന് സുംബ ഡാൻസ് ഒരിക്കലും അനുവദനീയമല്ല. അതുകൊണ്ട് ഞങ്ങളാരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സുംബ ഡാൻസ് വളരെ തെറ്റാണ് എന്നൊരു കമൻറ്റ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി പറയാനുള്ളത്, നമ്മുടെ വിശ്വാസപ്രകാരം മനുഷ്യൻ, അതായത് നല്ല രീതിയിൽ ഇവിടെ ജീവിച്ച് മരിക്കുക എന്നതാണ് എല്ലാ മതങ്ങളുടെയും പരമപ്രധാനമായ ആശയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു തികഞ്ഞ വിശ്വാസി തന്നെയാണ്. വിശ്വാസത്തിലൊന്നും എനിക്ക് യാതൊരുവിധ തെറ്റുകളും ഇല്ല. ഞാൻ എല്ലാ വിശ്വാസത്തെയും വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ മതപരമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ പടച്ചവനും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനുണ്ട്. അതായത് ഇപ്പം 1 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളാണ് നമ്മുടെ സ്കൂളുകളിൽ, അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കുട്ടികളായിട്ട് കാണുന്നു. അപ്പോൾ സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ പല പല ആക്ടിവിറ്റീസ്, സ്കൂളിൻ്റെ കലാപരമായ കാര്യങ്ങൾ കാണും, യുവജനോത്സവങ്ങൾ, ആർട്സ്, സ്പോർട്സ്. അപ്പോൾ അതിലൊക്കെ താല്പര്യമുള്ള കുട്ടികൾ അത് ചെയ്തതുകൊണ്ട് നമ്മുടെ മതത്തിൽ നിന്ന് അവർ പുറത്തു പോകും, അല്ലെങ്കിൽ അള്ളാഹു അവരെ ഭയങ്കരമായിട്ട് അങ്ങ് ശിക്ഷിച്ചേക്കും എന്നൊരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഇത് വളരെ സ്നേഹത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്. വളരെ വിമർശനാത്മകമായിട്ടൊന്നും കാണരുത് കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ചിന്തകളും ഓരോ രീതികളും വിശ്വാസങ്ങളുമാണ്. എങ്കിലും സുംബ ഡാൻസിനെ ഞാൻ ഇത്രയും അനുകൂലിച്ചത് എന്തുകൊണ്ടാണ്, ഒരു ഇസ്ലാം മത വിശ്വാസിയായിട്ടെന്നുള്ളൊരു ചോദ്യം കൂടി വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പറയുന്നത്. കാരണം സ്കൂളിൽ ഒരു യൂത്ത് ഫെസ്റ്റിവലിന് ഒരു ഡാൻസ് കളിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു സ്പോർട്സിൽ ഒന്ന് ഓടിയത് കൊണ്ടോ ചാടിയത് കൊണ്ടോ ഒന്നും നമ്മുടെ വിശ്വാസമൊന്നും, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസ രീതികളൊന്നും തന്നെ അവിടെ നിന്ന് പറഞ്ഞു പോകില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായവും. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതത്തിലുള്ള എന്താ പറയുന്നത്, എൻ്റെ ഒരു നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ എല്ലാ പരിപാടികൾക്കും വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ കൂടി എൻ്റെ കുട്ടികളുടെ കൂടെ എന്ത് പ്രോഗ്രാമുകളുണ്ടെങ്കിലും അവരുടെ കൂടെ ഞാൻ വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ മക്കളെയും ഞാൻ അതുപോലെ തന്നെ സ്കൂളുകളിലെ എല്ലാ പരിപാടികൾക്കും പങ്കെടുപ്പിക്കാറുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. അതിനുശേഷം ഈ പോയി 5 നേരം നിസ്കരിച്ച് തൗബ ചെയ്താൽ അതിൻ്റെ ഈമാനും ബർക്കത്തും ഇസ്സത്തും ഒക്കെ കിട്ടുമെന്നൊരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിസ്കാരം എന്ന് പറയുന്ന ഒരു ഇബാദത്താണ്. നമ്മുടെ ശരീരത്തിന് കൂടി വേണ്ടിയിട്ടാണ് ഈ നിസ്കാരം എന്ന് പറയുന്ന ഒരു ഇബാദത്ത്. നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ, അതായത് പ്രവൃത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യമാണ് നമ്മൾ നിസ്കാരം എന്ന് പറയുന്നത്. ഇപ്പം ഈ ചില ആൾക്കാർ യോഗ ചെയ്യുന്നത് പോലെ, ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് പോലെ, അതുപോലെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഡാൻസ് ചെയ്യുന്നവരാണെങ്കിലും സ്പോർട്സിൻ്റെ എക്സസൈസുകളാണെങ്കിലും ഒക്കെ അതൊക്കെ ഡെയിലി ഓരോരുത്തർ പ്രാക്ടീസ് ചെയ്ത് പോകുന്നില്ലേ? അതുപോലെ നമ്മൾ വിശ്വാസപരമായി ഡെയിലി പ്രാക്ടീസ് ചെയ്തു പോകുന്ന ഒരു പ്രാർത്ഥന
വിത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കാര്യമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ തന്നെ തൗബ ചെയ്യണം. അതിന് വേറെ ആര് ചെയ്തിട്ടും കാര്യമില്ല. ഇനി ആ തെറ്റിലേക്ക് പോവുകയില്ല എന്ന് കൂടി ഉറച്ച വിശ്വാസത്തോടു കൂടി തൗബ ചെയ്യണം. അപ്പോൾ അത്രയ്ക്കും വലിയ തെറ്റുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിസ്കാരം എന്ന് പറയുന്നത് അത് ഇസ്ലാം മത വിശ്വാസികളെല്ലാം ചെയ്യുന്നൊരു കാര്യമാണ്. അത് ഞാൻ സുംബ ഡാൻസിനെ അനുകൂലിച്ചത് കൊണ്ട് എൻ്റെ നിസ്കാരമോ എൻ്റെ ഈമാനോ ഒന്നും എന്നെ വിട്ടു പോകുന്നില്ല എന്നൊരു വിശ്വാസം കൂടി എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിനകത്ത് വളരെ ബഹുമാനത്തോടു കൂടി തന്നെ ആ കമൻറ്റിനെ സ്വീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ കുഴിക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ മനുഷ്യരാണ്, ചെറിയ ചെറിയ തെറ്റുകളും കാര്യങ്ങളും നമ്മുടെ വ്യക്തികളുടെ ചിന്തയ്ക്ക് അപ്പുറമാണ് മതത്തിൻ്റെ ചിന്തയെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അത് പടച്ചവനും അറിയാമല്ലോ. നമ്മൾ മനുഷ്യരാണ്, മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാവാത്ത ചെറിയ ചെറിയ വീഴ്ചകളും തെറ്റുകളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും വരാം. അതിനൊക്കെ നമ്മൾ തൗബ ചെയ്യാറുണ്ട്. പടച്ചവനെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും പുറത്ത് മാപ്പ് തരണേ, ഇനി തെറ്റിലേക്ക് ഒന്നിനും മനസ്സിന് നയിക്കല്ലേ പടച്ചവനെ എന്ന് നമ്മളെപ്പോഴും നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം അതാ ദുആ ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയുന്നത്. അതെല്ലാ വിശ്വാസികളും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ഹിന്ദു മതത്തിലുള്ളവരായാലും ക്രിസ്ത്യൻ മതത്തിലുള്ളവരായാലും എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു മറുപടി. പിന്നെ ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ, പെൺകുട്ടികൾ കൈയും കാലും ഇളക്കി നൃത്തം ചെയ്യുമ്പോൾ അവരുടെ ശരീരഭാഗങ്ങൾ ആൺകുട്ടികൾ കാണുകയും അത് വേറെ ഒരു ചിന്തയിലേക്ക് അവരെ നയിക്കുകയും അത് വളരെ മോശം പ്രവണതയിലേക്ക് പോവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുകൂടി ഒരു കമൻറ്റ് വന്നു. അതാണ് സൈക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നു. അപ്പോൾ നമ്മൾ ഈ 12ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി നിർത്തിയൊന്നും അല്ല സുംബ. ഒരു ലൈനിൽ പെൺകുട്ടികൾ, ഒരു ലൈനിൽ ആൺകുട്ടികൾ, അവരെ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ആൺകുട്ടികളും അവിടെ നോക്കി ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടികൾ കൈയിളക്കുന്നോ കാലിളക്കുന്നോ പിന്നെ അവരുടെ ബോഡി പാർട്സുകൾ അനലൈസ് ചെയ്യാനോ അവരുടെ ബോഡി കണ്ടിട്ട് അതിന് കമൻ്റ് അടിക്കാനോ ഉള്ള ഒരു സമയമൊന്നും അതിന് കിട്ടാറില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. നമ്മൾ സ്കൂളുകളിലൊക്കെ പല സ്കൂളുകളിലും ചെയ്യിപ്പിച്ചത് അങ്ങനെയാണ് സുംബ. ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനകത്തൊന്നും തന്നെ അങ്ങനെ ഒരു ആസ്വാദനത്തിൻ്റെ ഒരു സമയം പോലും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട കേട്ടോ. അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു രീതിയിലുള്ള കാര്യങ്ങളും ഇല്ല. പിന്നൊരു കമൻറ്റ് വന്നു, ടീച്ചറെ എത്ര ജോഡി ഡ്രസ്സ് അപ്പം സ്കൂളിലേക്ക് കൊടുത്തു വിടേണ്ടി വരും എന്നൊരു കമൻറ്റ് വന്നു. നിങ്ങൾ ഒരു ജോഡി ഡ്രസ്സും കൊടുത്തു വിടണ്ട. അതിനിപ്പോൾ സ്കൂളിൻ്റെ ഒരു കാര്യമാണ്. അതിപ്പോൾ സുംബ ചെയ്യുന്ന ദിവസം ഏതെങ്കിലും ഒരു ടീഷർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള യൂണിഫോമോ സ്കൂളുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. പല സ്കൂളുകളിലും യൂണിഫോം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളൊരു 50 ജോഡി ഡ്രസ്സൊന്നും കൊടുത്തു വിടണ്ട. അങ്ങനെ അത് സ്കൂളുകാരുടെ വിവേചന അധികാരമാണ്. അവരെങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക. ഇന്ന് മന്ത്രി വളരെ പരസ്യ പ്രസ്താവനയൊക്കെ നടത്തുകയുണ്ടായല്ലോ, ആരെയും നിർബന്ധിക്കുന്നില്ല എന്നുള്ള കാര്യം. ഒട്ടും പറ്റത്തില്ല, മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കിത് ചെയ്യുന്നത്, അങ്ങനെയുള്ളവരെ നിർബന്ധിക്കുന്നേ ഇല്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തുള്ള മോശപ്പെട്ട ഒരു തെറ്റിദ്ധാരണകളും സുംബയെ പറ്റി വേണ്ട കേട്ടോ. സ്കൂളിലെ ഒരു ചെറിയ ആക്ടിവിറ്റിയോ കലാപരിപാടിയോ ആയിട്ട് യുവജനോത്സവത്തിൻ്റെ പോലത്തെ അല്ലെങ്കിൽ ഈ സ്പോർട്സിനൊക്കെ നമുക്ക് PT പീരീഡ് വൈകുന്നേരങ്ങളുണ്ടല്ലോ, സ്പോർട്സിൻ്റെ എക്സസൈസും കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ യോഗ പോലെ അങ്ങനെയൊക്കെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് സ്കൂളിലുള്ളൊരു വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ പോലെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് മാത്രം നിങ്ങളിതിനെ കണ്ടാൽ മതിയെന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും കമൻറ്റുകൾക്ക് മറുപടി വേണം. ഇത്രയൊക്കെയാണ് എൻ്റെ ഓർമ്മയിലുള്ളത് കേട്ടോ കമൻറ്റുകൾ. പിന്നെയും കുറേയൊക്കെ ഉണ്ട്, പക്ഷേ 1-2 ഇങ്ങനെ പെട്ടെന്ന് ക്ലിക്കായ കമൻറ്റുകൾക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്തെങ്കിലും മറുപടി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, അതിനുള്ള മറുപടിയും തരാം കേട്ടോ. എന്നിട്ട് ഒരു കമൻറ്റ് ലാസ്റ്റ് വന്നു, ടീച്ചറെ എന്താ കമൻറ്റിനൊന്നും റിപ്ലൈ വരുന്നില്ലല്ലോ എന്നൊരിതും കൂടെ വന്ന്. എല്ലാ കമൻറ്റിനും മാക്സിമം ഞാൻ ലൈക്ക് ചെയ്യുന്നുണ്ട്, മാക്സിമം റിപ്ലൈ തരാൻ പറ്റുന്നതൊക്കെ തരുന്നുണ്ട്. പിന്നെ നമ്മളും ജോലിക്കൊക്കെ പോകുന്നതാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ ഫാമിലിയിലെ കാര്യങ്ങളുണ്ട്. അപ്പം എനിക്ക് എപ്പോഴും ഇങ്ങനെ വീഡിയോ അല്ലെങ്കിൽ മൊബൈൽ നോക്കി കമൻറ്റിന് റിപ്ലൈ ചെയ്യാനൊന്നും സമയം കാണത്തില്ല. എങ്കിലും മാക്സിമം കഴിയുന്നത് പോലെ റിപ്ലൈ തരാം കേട്ടോ. താങ്ക് യു.